വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത്. ബോദറിങ് ഇല്ല. ഹായ്, ദിസ് സൈഡ് അനീഷ്. വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ ഇതുവരേക്കും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയെങ്കിൽ വരുന്ന വീഡിയോസുകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരാൻ പോകുന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ടീനേജേഴ്സാണ് അല്ലേ. അവരുടെ ഭാവിയാണ്, അവരുടെ ഫ്യൂച്ചറാണ് നമ്മൾ മുന്നിൽ കണ്ടിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ടീനേജേഴ്സായിട്ടുള്ള കുട്ടികളിൽ ചെറിയൊരു സർവേ നടത്തിയപ്പോൾ, എൻ്റെ കുട്ടികളിലാവട്ടെ, എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സുകളുടെ, എൻ്റെ കുടുംബക്കാരുടെ, അവരുടെയൊക്കെ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികൾക്കും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ചോ ഹൈ ഇൻകം സ്കില്ലിനെ കുറിച്ചോ ഒന്നും വലിയ ബോദറിങ് ഇല്ല. അവർക്ക് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഞാൻ ചെറിയ മക്കളെക്കുറിച്ചല്ല പറയുന്നത്, ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ കുറിച്ചിട്ട്. രക്ഷിതാക്കൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുമില്ല താനും. സ്കൂളുകളിലോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ടോപ്പിക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോവാം. അപ്പോൾ ഞാൻ സർവേ നടത്തിയ സമയത്ത് ഇവർക്ക് ഒരു നിലക്കുള്ള 10 ഔട്ട് ഓഫ് 10 മാർക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും 10ൽ 10 മാർക്ക് വാങ്ങിയിട്ടില്ല. പല കുട്ടികൾക്കും അവരെ വീട്ടിലെ സാഹചര്യങ്ങളെ കുറിച്ചിട്ടും വീട്ടിലെ കുറവുകളും പോരായ്മകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നേട്ടങ്ങളെ കുറിച്ചിട്ടും വലിയ അറിവില്ല. എന്താണ് ഉപ്പ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഉപ്പ പൈസ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പൈസ വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവുമില്ല. ഇനി ഈ കുട്ടികൾ നെക്സ്റ്റ് ജനറേഷൻ മുഴുവൻ AI വാഴുന്ന ഒരു ലോകമാണ് അല്ലേ. അപ്പോൾ അതിനെന്ത് വേണം? ഹൈ ഇൻകം സ്കില്ലുകൾ വേണം. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക് വരാനുള്ള ഒരു ക്വാളിറ്റിയും ഇന്ന് വരുന്ന മക്കൾക്ക് കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, നമ്മൾ ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ബിസിനസ് ഫീൽഡിൽ, ഹെൽത്ത് സെക്ടറിൽ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ട് വരാൻ പോകുന്ന ജനറേഷനും നമ്മളെപ്പോലെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ട് വരേണ്ടതുണ്ടോ? അവർക്ക് ആദ്യമേ ആ ഒരു കോൺഫിഡൻറ്റ്, ആ ക്ലാരിറ്റി, നോളജ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്കായ ഒരവസ്ഥയിൽ ഒരിക്കലും നിൽക്കേണ്ടി വരില്ല. പ്രത്യേകം എടുത്ത് പറയട്ടെ, ഈ സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ, എന്ത് ചെയ്യണം കരിയറിനുള്ളൊരു ക്ലാരിറ്റി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. മൈൻഡ് ആകെ ഔട്ടായി പോവും, ഇമോഷണലി ഡിപ്രസ്ഡ് ആവും. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് 5 വർഷത്തോളം ക്രൂ ആവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. പക്ഷേ അത് പരാജയപ്പെട്ടു. ലാംഗ്വേജ് അറിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. അത് കഴിഞ്ഞ് അവൻ്റേതായിട്ടുള്ള കഴിവുകളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ബട്ട് ഒരു ഇൻകം സോഴ്സ് ഇതുവരെക്കും അവനക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ സ്റ്റക്കായി നിന്നൊരവസ്ഥ. പക്ഷെ മൈൻഡിനെ റിലീസാക്കി തന്നിൽ കഴിവുണ്ടെന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ട് അവൻ്റെ യഥാർത്ഥ സ്കില്ല് പുറത്തെടുക്കാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു ക്രിയേറ്ററായി മാറിയവൻ. അപ്പോൾ ഇത് സാധ്യമാണ്. അപ്പോൾ നമ്മളെ മക്കൾ ഇതുപോലെ നമ്മൾ പ്രഷർ കൊടുത്ത് ട്രഡീഷണലായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വരുന്ന ഒരു ലോകത്തിൻ്റെ മാറ്റം നമ്മൾ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ മക്കളുടെ അവസ്ഥ തന്നെയാണ്. അവരെ നമ്മളൊരു മെഷീനാക്കി മാറ്റിക്കുകയാണ്, ഒരു ഫാക്ടറി ആക്കി മാറ്റിക്കുകയാണ്. പഠിച്ചോളി,
ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും, ഇത് കഴിഞ്ഞിട്ട് വേണം ഉപ്പാനും ഉമ്മാനെ സഹായിക്കാൻ, അച്ഛനെ അമ്മയെ സഹായിക്കാൻ. നിങ്ങൾ കഷ്ടപ്പെട്ട പോലെ 20 വർഷവും 30 വർഷം 40 വർഷം നിങ്ങളെ മക്കളെയും കഷ്ടപ്പെടുത്തണമെന്നാണോ നിങ്ങൾ വിചാരിക്കണത്? ജോലി ചെയ്തോട്ടെ, ഞാൻ അതിനെതിരല്ല. പക്ഷെ ജോലിയോട് കൂടെ അവർക്ക് സപ്പോർട്ടാവുന്ന, അവരുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ഹൈ ഇൻകം സ്കില്ല് അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരാൻ കഴിയില്ലേ? അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. ഫ്രീഡം സ്കൂൾ, ഇതൊരു പുതിയൊരു കൺസെപ്റ്റാണ്. ഫ്രീഡം സ്കൂൾ 1.0. ലേൺ വാട്ട് സ്കൂൾ ഡസ് നോട്ട് ടീച്ച് യു. സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല ആ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ എന്ന് പറഞ്ഞത് TLF ക്രിയേറ്റേഴ്സാണ്. TLF ദ ലീഡർഷിപ്പ് ഫാക്ടറി. നമ്മൾ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്. റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ലൈഫിനെ സക്സസ് ആക്കിയ ആൾക്കാരാണ് നമ്മളെ കൂട്ടത്തിലുള്ളത്. അവരാണ് ഈ ടീമിനെ നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് TLF ക്രിയേറ്റേഴ്സ് ഇതുപോലത്തെ ഒരു മിഷനുമായിട്ട് മുന്നോട്ട് വരുന്നത്? വരാൻ പോകുന്ന ജനറേഷനെ, ടീനേജേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ മെയിൻലി നമ്മളെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ്? അത് ബ്രോക്കണാണ് റിയലി എന്ന് കരുതി പഠിപ്പിക്കേണ്ടെന്നല്ല. അവിടെ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരിക്കലും ഒരു ഓൺട്രപ്രണറാക്കാൻ, നിങ്ങളുടെ ഡെയിലി ജീവിതത്തിലെ ചിലവുകളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജോലി സഹായിക്കുള്ളൂ. ഒരു മാസത്തെ ചിലവ് 20,000 രൂപയാണ്. ആ 20,000 രൂപ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ കിട്ടും. 30,000 രൂപ കിട്ടും. പക്ഷെ ഒരിക്കലും സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ ജോബ് കൊണ്ട് പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രോക്കൺ കരിക്കുലം സിസ്റ്റമാണ്. ഇതുകൊണ്ട് ലൈഫിനെ ഫ്രൂട്ട്ഫുൾ ആക്കാനും സക്സസ്ഫുൾ ആക്കാനും ലോകത്ത് ഏറ്റവും കൂടുതൽ GDP ആരുടെ കയ്യിലാണ്? ഓൺട്രപ്രണറുടെ കയ്യിലാണ്. ജോബ് പേഴ്സൻ്റെ കയ്യിലല്ല, വർക്കിംഗ് പ്രൊഫഷണലിൻ്റെ കയ്യിലല്ല. മനസ്സിലാക്കി നിങ്ങൾ. അപ്പോൾ നമ്മളെ മക്കളും ഇതുപോലെ കഷ്ടപ്പെടണം എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അവർ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളെത്രയാണോ പൈസ ഉണ്ടാക്കിയത്, സമ്പാദ്യം ഉണ്ടാക്കിയത്, അതിൻ്റെ ഒരു 2 ഇരട്ടി 3 ഇരട്ടി നിങ്ങളെ മക്കൾ ഉണ്ടാക്കണം. എന്നാലല്ലേ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. TLF ക്രിയേറ്റേഴ്സ് നമ്മൾ ഫ്രീഡം സ്കൂൾ 1.0 എന്ന ഈ ഒരു മിഷനുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങളറിയണം. നമ്മളെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും 70% കാര്യങ്ങളും നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗപ്പെടുന്നില്ല. A⁻M × A⁻N=M+N എവിടെയാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടത്? സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള മാത്സ്, സോഷ്യോളജി, ചരിത്രങ്ങൾ മനസ്സിലാക്കുക, അറിവുകൾ കിട്ടും. നമ്മൾ കൂടുതലും കാണാപ്പാടം പഠിക്കുന്ന ഒരു മെത്തേഡിലാണ് പോയി വന്നിട്ടുള്ളത് റിയൽ ലൈഫിൽ. ഇപ്പോൾ MA എക്കണോമിക്സ് കഴിഞ്ഞ ഒരാളെ ഞാൻ, ഇസ്ലാമിക് സ്കോളർഷിപ്പ് കഴിഞ്ഞു, പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് ഉപകാരപ്പെട്ടതൊന്നുമില്ല. അത് പ്രാക്ടിക്കലിലൂടെ മാത്രം ചെയ്യുന്ന സമയത്ത് ആണ് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ഇന്നത്തെ കറണ്ട് സിറ്റുവേഷന് എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കറണ്ട് സിറ്റുവേഷൻ എങ്ങനെ? ഒരു IT യുഗമാണിത്, AI യുഗമാണ്. AI ഏജൻറ്റുമാരാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ഓൾഡ് ട്രഡീഷണൽ മോഡലാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനെ കുറ്റപ്പെടുത്തല്ല, മറിച്ച് യാഥാർത്ഥ്യം തിരിച്ചറിയണം. നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അത് ജനറലായിട്ടുള്ള നോളജ് മാത്രമാണ്. റിയൽ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വല്ലാതെ പറ്റൂല. ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിലും അത് ജോബിലേക്ക് എത്തിക്കൊള്ളും. അതൊരു എംപ്ലോയി ഫാക്ടറി മാത്രമാണ് സ്കൂള്. ഓക്കെ, സ്കൂൾ കരിക്കുലത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ മൈ എക്സ്പീരിയൻസ് ഒച്ച് നടക്കുന്ന പോലെയാണ് അതിൻ്റെ സ്പീഡ്. എന്നാൽ വേൾഡ് ഹുസൈൻ ബോൾട്ടിൻ്റെ വേഗതയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ +2 ഡിഗ്രി PG എന്തൊക്കെ പ്രൊഫഷന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ടോ അത്രയും വർഷം പഠിക്കുന്നു, അതിന് വേണ്ടി പൈസ ചിലവാക്കുന്നു. മക്കൾ അത് അറിയുന്നില്ല. എൻ്റെ ഒരു മെൻറ്റർ പറയലുണ്ട്, നമ്മളെ മക്കളെ നമ്മൾ
ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ട് അറിയിക്കാതെ വളർത്തി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വില അറിയില്ല എന്ന്. നിങ്ങളെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് കാണിച്ച് തന്നെ അവരെ വളർത്തണം. ഇനി ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ ജീവിതം കാണിച്ചു കൊടുത്തിട്ടെങ്കിലും വളർത്തണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ലോകം ഓടിക്കൊണ്ടിരിക്കണം, ആ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഓടാൻ കഴിയണം. എന്നാലാണ് നമ്മളെ മക്കൾ ഒരു എത്തുന്ന സമയത്ത്, വളർച്ച കൂടുന്ന സമയത്ത് അവർക്ക് കോൺഫിഡൻറ്റ് ലെവലും മറ്റൊരാളെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാനും ലേണിംഗ് കപ്പാസിറ്റിയും അതേപോലെ കോൺഫിഡൻറ്റും ഉണ്ടാവുകയുള്ളൂ. അടുത്തത്, നമ്മുടെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കണ എന്താണ്? ഫീസ് ഭയങ്കരമാണ്, പക്ഷെ കൊടുക്കുന്ന വാല്യൂ മാർക്കറ്റിംഗ് ആണ്. സ്കൂളുകളിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്, ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാണിക്കാൻ തൊങ്ങലും പൊടിപ്പുമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ക ബിസിനസ്സാണ്. ഹോസ്പിറ്റലുകളാവട്ടെ എല്ലാവരും ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് തന്നെയാണ്. പക്ഷേ നമ്മളെ മക്കളെ നമ്മൾ നോക്ക്, ഹൈ ഫീസാണ് ഓരോ സ്കൂളുകളും കൊടുക്കുന്നതും നമ്മളേക്കൊന്ന് വാങ്ങുന്നതും. പക്ഷെ അതിനുള്ള വാല്യൂ കിട്ടുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വാല്യൂ ഉള്ള കാര്യങ്ങൾ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. എന്നാലാണ് നമ്മളെ മക്കൾ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തുള്ളൂ. അവർക്ക് കോൺഫിഡൻ്റ് ഉണ്ടാവും. നമുക്കുള്ള കുറവുകൾ നമ്മൾ മക്കൾക്ക് ഉണ്ടാവരുത് എന്നുള്ള പൂർണ്ണ ബോധ്യം കൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കണം, എനിക്കറിയാം. ബട്ട് അതിലൂടെ മാത്രം പൂർത്തിയാവില്ല എന്നാണ് പറയുന്നത്. ഇന്ന് മക്കൾക്ക് ഫിനാൻഷ്യൽ നോളജ് ഇല്ല, റിസ്ക് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല. എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്നറിയില്ല. പല കുട്ടികളും സ്റ്റക്കിലാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിൻ്റെ നിരീക്ഷണത്തിലാണ്, സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളും ഇപ്പോൾ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെന്നുള്ള വിഷ്വലൈസ് ചെയ്തിട്ട്. ബട്ട് റിയൽ ലൈഫിൽ അവർക്കില്ല, റീൽസിൽ മാത്രമാണ്. അപ്പോൾ റിയൽ ലൈഫിലേക്ക് അവരെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു സഹായം അവർക്കുണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാ എന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാക്കുന്നു, അവസാനം കടക്കാരനാവുന്നു. അത് വീട്ടാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം പ്രവാസികളാണെങ്കിൽ പ്രവാസിയായിട്ട് ജീവിതം പൊഴിക്കുകയാണ്. ഒരു പ്രവാസി പോലും യാത്ര പോകുന്ന സമയത്ത് 1 വർഷത്തിനോ 2 വർഷത്തിനോ വിചാരിച്ചിട്ടാണ് പോകുന്നത്. ബട്ട് ബാധ്യതകൾ കൂടുമ്പോൾ, മക്കളെ പഠനം വിചാരിക്കുന്ന സമയത്ത്, കുടുംബത്തിലെ കല്യാണം മുന്നിൽ കണ്ടിട്ട് വർഷങ്ങൾ പ്രവാസ ജീവിതത്തിൽ കഴിച്ചു കൂടേണ്ടി വരികയാണ്. അവസാനം എന്താ ഉണ്ടാവുന്നത്? അസുഖങ്ങൾ. മനസ്സിലാക്കി നിങ്ങളെ മക്കളങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കും വേണ്ട. കാരണം അവർ നമ്മളെക്കാൾ ഷാർപ്പൻ മൈൻഡാണ്. പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും ഗ്രാബ് ചെയ്യാനും അതിസാഹസികന്മാരാണ്. അവർക്ക് ഓൺലി ഗൈഡൻസ് മാത്രം കൊടുത്താൽ മതി, നല്ല റൂട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ ഇങ്ങനൊരു ചിന്താഗതി വന്നപ്പോഴാണ് ഞാനും എൻ്റെ ടീമും അംഗങ്ങളും വിചാരിച്ചത് നമ്മളെ ജനറേഷന് വേണ്ടിയിട്ട് ഈ രീതിയിലായി. പക്ഷേ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു, കുറച്ച് സമയം വൈകിട്ടാണെങ്കിൽ നമ്മൾ എത്തി. പക്ഷെ ആ ഒരു ഫ്രീഡം നമ്മളെ കുട്ടികളും അനുഭവിക്കണം. വരൻ ബഫറ്റിൻ്റെ ഒരു വേർഡുണ്ട്, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും നിങ്ങൾക്ക് പണമുണ്ടാക്കുന്ന ഒരു മെഷീന് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഉറപ്പായിട്ടും ജീവിതകാലം മുഴുവൻ ഓടേണ്ടി വരും. അതാണ് എംപ്ലോയ്മെൻറ്റ്. അത് അവസാനിക്കില്ല. ഇപ്പോഴും 50 വയസ്സായ 60 വയസ്സായ പല ആൾക്കാരും ജോലി ചെയ്യണം. എന്തുകൊണ്ടാണ്? അവരായ കാലത്ത് അവർക്കിതുപോലത്തെ ഒരു മെഷീൻ ഇല്ല എന്നതാണ്. ചുറുചുറുക്കുള്ള സമയത്ത് അധ്വാനിച്ചിട്ട് നല്ല ആസ്വദിക്കേണ്ട ടൈമിൽ മൈൻഡൊക്കെ റിലാക്സ് ആക്കിയിട്ട് ഒരേ ഫോക്കസിൽ ജീവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമുണ്ടാവും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റീസ് ചെയ്യാണ് ഫ്രീഡം സ്കൂൾ 1.0. എന്താണ് ഫ്രീഡം സ്കൂൾ 1.0 എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഫ്രീഡം എന്നുദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യം. നിങ്ങൾ ഫ്രീഡം സ്കൂൾ എന്ന് കേൾക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളൊക്കെ മക്കൾക്ക് വിട്ടിട്ട് ഇതിൽ ജോയിൻ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ നിലവിലുള്ള സ്കൂളൊക്കെ വിടേണ്ടി വരുമോ? ഒരിക്കലുമില്ല.
നിലവിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിനെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ലൈവ് ഉണ്ടാവുക, ബാക്കിയുള്ളതൊക്കെ റെക്കോർഡാണ്. അധിക സെഷനും സൂമിലാണ് ഉണ്ടാവുക, ബാക്കിയുള്ള റെക്കോർഡ് സെഷനാണ്. ഒരു മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ബ്രൗസർ വഴിയോ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് സ്കൂളിൽ പഠിപ്പിക്കപ്പെടാത്ത വിഷയങ്ങളാണ്. ഉദാഹരണം ഹൈ-ഇൻകം സ്കില്ലിങ്ങിൽ വരുന്നത് ബ്രാൻഡിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെയിൽസ് മാസ്റ്ററി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് എങ്ങനെ ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക് എത്താമെന്നുള്ള കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ കോഴ്സിൽ. ഒരു 90 ഡേയ്സ് പ്രോഗ്രാമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. 1 ഇയർ പ്ലാനിലോട് കൂടിയിട്ടാണ്, അൺലിമിറ്റഡ് ആക്സസോട് കൂടിയിട്ടാണ്, ലൈഫ് ടൈം ആക്സസോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റിലാണ്, ഹൈ-ഇൻകം സ്കില്ലിലേക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്കാണ്. സർട്ടിഫിക്കേഷൻ ഉണ്ട്, അസൈൻമെൻറ്റുകൾ ഉണ്ടാവും, ഓരോ പാർട്ട് ഓരോ മൊഡ്യൂൾ കഴിയുന്ന സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സെലിബ്രേഷൻ ഉണ്ടാവും, സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. വീക്കെൻഡിൽ ലൈവ് ക്ലാസ്സുകളുണ്ടാവും. ഈ ക്ലാസ്സുകളോട് കൂടെ തന്നെ സപ്പോർട്ട് കോളും ഉണ്ടാവും വീക്കിലി. നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് റെഗുലർ സ്കൂളുകളെ ഒരു നിലക്കും ബാധിക്കാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ നല്ലൊരു സൗഹാർദ്ദവും നല്ല ബന്ധവും നല്ല കൂട്ടായ്മയും, സാധാരണഗതിയിൽ പറയും ആരുടെ കൂടെയാണ് നമ്മൾ കൂടുന്നത് അവരുടെ ആവറേജാണ് നമ്മളെന്ന് പറയില്ലേ. ഇവിടെ നമ്മുടെ ടീം എന്ന് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റേഴ്സിൻ്റെ നല്ല മൈൻഡ് സെറ്റുള്ള, ഓൺട്രപ്രണൽ മൈൻഡ് സെറ്റുള്ള, ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അവരുടെ കൂടെയാണ് നിങ്ങളെ മക്കൾ വരാൻ വേണ്ടി പോകുന്നത്. സ്ട്രോങ് കണക്ഷൻ ഉണ്ടാവും. മാത്രമല്ല ഫ്യൂച്ചറിൽ നല്ലൊരു ഓൺട്രപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോഞ്ച് പേഡ് തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും. മാത്രമല്ല കൺസ്യൂമർ എന്നുള്ള, ഇപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ മക്കൾ, ഇപ്പം എൻ്റെ മക്കൾ തന്നെ ആവട്ടെ, യൂട്യൂബ് കാണുന്ന സമയത്ത്, ഇൻസ്റ്റ കാണുന്ന സമയത്ത് അവർ നേരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകും. അവർക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും അവർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണാൻ റെഡിയാണ്. കൺസ്യൂമേഴ്സാണ്, ബട്ട് ക്രിയേറ്റേഴ്സായി മാറണം. നമ്മളെ മക്കൾക്ക് നിങ്ങൾ വീഡിയോസ് കാണുക എന്നുള്ളത് മാറ്റിയിട്ട് അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് പേജ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഒരു പരിധി എത്തുന്ന സമയത്ത്, അവർ മെച്യൂർഡ് ആവുന്ന സമയത്ത് അവർക്ക് ആ ഇഴി നേരെ ഏൽപ്പിച്ചിട്ട് ഇനി നീ നടത്തിക്കോ എന്ന് പറയണ സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന സന്തോഷം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എത്ര വൃത്തിയായിരിക്കും, എത്ര വാല്യുബിൾ ആയിരിക്കും. നമുക്കോ ആരും ചെയ്തെന്നില്ല, നമ്മളെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുത്തൂടെ? പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കി. പിന്നെ മാത്രമല്ല കൊലാബറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി റണ്ണായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ഓൾറെഡി ക്രിയേറ്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഓൾറെഡി മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുമായിട്ട് കൊലാബ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മളിതിലൂടെ ഒരുക്കുന്നുണ്ട്. ഇതൊരു 90 ഡേയ്സ് പ്രോഗ്രാമാണ്. മെയിൻലി എല്ലാ ആഴ്ചയിലാണ് ഇതിൻ്റെ ലൈവ് സെഷനുകൾ ഉണ്ടാവുക. മാത്രമല്ല ഇത് ലൈഫ് ടൈം ആക്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മളെ ഒരു ടീം എന്ന് പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെയും കൺസൾട്ടുമാരുടെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുക. ഇതിലൂടെ നമ്മൾ മെയിൻലി ലക്ഷ്യം വെക്കുന്നത് നെക്സ്റ്റ് ജനറേഷനെ വാർത്തെടുക്കുക. വരാൻ പോകുന്ന തലമുറ ടീനേജേഴ്സിൻ്റെ തലമുറയാണ്. അവരുടെ ലോകമാണ് ഇനി മുന്നോട്ട് പോകുക. അവരിലാണ് ബില്യനേഴ്സും മില്യനേഴ്സും ഒക്കെ വരാൻ വേണ്ടി പോകുന്നത്. ആ കൂട്ടായ്മയിൽ നമ്മുടെ മക്കളുണ്ടാവുക എന്നുള്ള അഭിമാന നിമിഷം നമ്മളെല്ലാവരും ഓർക്കുക. റിയലി സക്സസ്ഫുള്ളായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഫ്രീഡം സ്കൂളിൽ വെച്ച് കാണാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ. അറിയുന്നോണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഓക്കെ പറയാൻ പറ്റുമെന്നൊരു കോൺഫിഡൻറ്റ് കിട്ടിയോ? നല്ല പേടി ഉണ്ടായിരുന്നു. വേണ്ടി മുന്നിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ 5 ആൾക്കാർ. അപ്പോൾ ഇവർക്ക് വേണ്ടി നല്ലൊരു കയ്യടി കൊടുത്തേ. നിങ്ങൾക്ക് ക്യാമറൻ്റെ മുന്നേ നിന്നിട്ട് പരിചയമുണ്ടോ? ക്യാമറൻ്റെ മുന്നേ നിന്നിട്ടുള്ള പരിചയമുണ്ടോ? ഇല്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ക്യാമറൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ഞാൻ തുടത്തിയപ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കിട്ടിയ, കോൺഫിഡൻറ്റ് കിട്ടിയ, ഇതേപോലെ നിങ്ങൾക്ക് എവിടെ നിന്നിട്ട് പറയാമെന്നുള്ളൊരു ഇത് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന ആൾക്കാരൊന്ന് കൈ വന്നിച്ചേ. വെരി ഗുഡ്.